എവരിബഡി, ഗുഡ് ഈവനിങ്. ഇന്ന് ആക്ച്വലി ഞാനിങ്ങനെ എന്തിടും, എന്ത് കണ്ടന്റ് എടുക്കും, എന്ത് വീഡിയോ എടുക്കും, അങ്ങനെ പല ഐഡിയാസൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ ഒരു കിറ്റ് ആയിട്ട് വന്നത്. കിറ്റിൽ എന്താണെന്നല്ലേ, ചിക്കൻ. കുറേ നാൾക്ക് ശേഷം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകും. വേറൊന്നും കൊണ്ടല്ല, ഞാനെപ്പോഴും ഫിഷാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പക്ഷിപ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ ഉണ്ടാക്കാറില്ല. അപ്പം അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചു. ഇതിൽ എനിക്ക് വലിയ റോളൊന്നും ഇല്ല, ആകെ കോഴി കഴുകി കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പണി അതൊക്കെ വെട്ടിയൊക്കെ തന്നെയാണ് അവർ തരുന്നത്, കഴുകി കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സാക്ഷാൽ മാസ്റ്റർ ഷെഫാണ്. അപ്പോൾ ഇന്ന് ആ വീഡിയോയ്ക്ക് കാണാൻ പോണത്. നിങ്ങൾ ഇത് നിട്ടോട്ടെ. നിങ്ങൾ പലതരത്തിലുള്ള ചിക്കൻ കറികൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഭയങ്കരമായിട്ട് മിക്സി ഉപയോഗിച്ച്, അത് ഉപയോഗിച്ച്, ഇത് ഉപയോഗിച്ച്, ഭയങ്കര അരപ്പൊക്കെ വെച്ച്, പാൽ മീൻസ് തേങ്ങാപ്പാലൊക്കെ വെച്ച്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിക്കൻ കറികളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അങ്ങനത്തെ അല്ല, ഇതൊക്കെ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയാം, എന്റെ അമ്മ ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ വെജിറ്റേറിയൻ ആയ അമ്മ എങ്ങനെ ചിക്കൻ കറി വെക്കുന്നത്? സിമ്പിൾ. അമ്മയ്ക്ക് ചിക്കൻ കറി വെക്കുക, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാനാണ്, ഉപ്പിട്ടോ എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാനാണ്. അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പൊ നിങ്ങളുടെ അമ്മമാരുണ്ടോ ഇതുപോലെ വെജിറ്റേറിയൻ ആണ്, ചിക്കൻ കറി ഉണ്ടാക്കാനൊന്നും അറിയില്ലാത്ത അമ്മ? അപ്പൊ ഈ ഇതങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പൊ മനസ്സിലായിക്കോളൂ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ മാസ്റ്റർ ഷെഫാണ് അതർ, ഞാൻ അസിസ്റ്റന്റ് ഷെഫ്, പിന്നെ വീഡിയോ എടുക്കുന്ന ആളും. ആദ്യത്തെ സ്റ്റെപ്പാണ് ചീനച്ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് എന്തെണ്ണയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വെളിച്ചെണ്ണയാണ്. സൺഫ്ലവർ ഓയിൽ ഒന്നുമില്ല, വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ, കടിയേത് വാങ്ങി നാടൻ വെളിച്ചെണ്ണ. പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും കൂടി മറ്റേ ആ സംഭവമില്ലേ, ഇങ്ങനെ ചോപ്പർ പോലത്തെ സാധനം, അതിൽ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഇടുക. ഇവിടെ ഇപ്പോൾ സവാള പച്ചമുളക് ഇട്ടു. ഈ വക പൊടികളൊക്കെയാണ് ഇടുന്നത്. അമ്മ എല്ലാം പുറത്തേക്ക് വെച്ചതാണ്, ഓരോ തവണ അലമാരയിൽ പോയി എടുക്കണ്ടെന്ന് വെച്ചിട്ട്. ഞങ്ങൾ സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് അങ്ങനത്തെ ലെവലിൽ കിഴങ്ങിടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങിടുന്നത്. ഇടും. തക്കാളി അങ്ങനെ യൂസ് ചെയ്യാറില്ല, കഴിവതും തക്കാളി ഒഴിവാക്കാറാണ് പതിവ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ ചിക്കനും വേറെ പ്രത്യേകിച്ച്, പിന്നെ ആവശ്യത്തിനുള്ള എല്ലാവിധ പൊടികളും ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ചിക്കൻ കറിയിൽ യൂസ് ചെയ്യുന്നത്. മമ്മി ഒരു കാര്യം അറിഞ്ഞാൽ, ഇന്ന് രാവിലെ നമ്മുടെ കസിൻസിനെയൊക്കെ കണ്ടില്ലായിരുന്നോ? എല്ലാവർക്കും ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എന്താണ് എന്നെ കെട്ടിച്ചുവിടാൻ പ്ലാൻ ഒന്നുമില്ലേ? ഇത്ര പോത്ത് പോലെ വളർന്നില്ലേ? ഇത്ര പ്രായമൊക്കെ ആയില്ലേ? അമ്മ നോക്കുന്നില്ലേ? അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഇല്ലേ? അന്ന് അമ്മ നിന്നെ ഇങ്ങനെ വിട്ടേക്കാണോ? ഇങ്ങനെയുള്ള സിമ്പിൾ കസിൻ ചേട്ടന്മാരും ചേച്ചിമാരാട്ടെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി ഇപ്പൊ ഒന്ന് ആലോചിക്കണമെന്നുള്ള ലെവലില് ഞാൻ മറുപടി പറഞ്ഞു. അമ്മ തന്നെ പറഞ്ഞു, അവൾ അതിനനുസരിച്ചിട്ട് പറയുമ്പോൾ ആലോചിക്കാന്നുള്ള ലെവലില്. ഇപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലല്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ സമയത്ത് 7:10 സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു. അമ്മ, എനിക്കത് അമ്മയോട് തീരുമാനം പറയാതെ എനിക്ക് സമ്മാനം കിട്ടില്ല. അപ്പൊ നിങ്ങളും കൂടെ അതിന് സാക്ഷിയാണ്. അമ്മ, തീരുമാനം എന്താന്ന് പറയട്ടെ? എനിക്കൊരു ചിക്കൻ്റെ ലെഗ് പീസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു രാത്രി ചപ്പാത്തിയോട് കഴിക്കാൻ. കോഴിക്ക് 2 കാലേ ഉള്ളൂ, 2 തീരുമാനം എടുത്തു.
അങ്ങനെ ഓരോരോ പൊടികളായിട്ട് മമ്മി ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് പൊടി. പച്ചമുളക് ഇട്ടത് കൊണ്ട് അത് നല്ല എരിവ് പച്ചമുളക് ആയതുകൊണ്ടും മുളക് പൊടി നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ഇടുക. ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് കാരിക്കോരി ഇട്ടിട്ട് എരിയണമെന്ന് പറയരുത്. എനിക്ക് ഇച്ചിരി എരിവ് ടോളറൻസ് കൂടുതലായതുകൊണ്ടാണ് അമ്മ ഇത്ര ഇടുന്നത്. കുറച്ച് മല്ലിപ്പൊടി വളരെ കുറച്ചാണ്, ഞങ്ങൾക്ക് മല്ലിപ്പൊടി അത്ര ഇഷ്ടമല്ല. സാധനം ടേസ്റ്റിനുള്ള സാധനം ചിക്കൻ മസാല, അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പൊടിയായില്ലേ? എല്ലാം പൊടിയായി. കുരുമുളക് പൊടി ഇടും, അത് പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ എടുത്തോളൂ. ഇപ്പം ഇടത്തില്ല, കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇടാറുള്ളൂ. അപ്പോൾ മെയിൻ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു കുരുമുളക് പൊടി ഇപ്പം തന്നെ ഇടാം, ഒട്ടും വൈകിക്കണ്ട, അതിനെ മാത്രം ഒറ്റയ്ക്കാക്കണേന്ന് മമ്മി ചോദിച്ചു. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി മതി ഓൾറെഡി, കാരണം അത്യാവശ്യം നല്ല എന്താ പറയാ, എനിക്ക് ചുമന്ന് ഇരിക്കുന്ന കറി ഇഷ്ടമുള്ളത് കൊണ്ട് മുളക് പൊടി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി അതന്നെ. കാശ്മീരി ചില്ലി ഇട്ടിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞ് ഇടും, കാരണം എനിക്ക് നല്ല റെഡിഷ് ആയിട്ടിരിക്കണം കറി. എരിവും അതിനനുസരിച്ച് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ താരത്തിന് ഇപ്പം അടുപ്പിലാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നേരെ അങ്ങോട്ട് ആക്കാനുള്ളതേ ഉള്ളൂ. ഇതാക്കി ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തം എന്താ പറയുക, സവാളയും എല്ലാ ചേരുവകളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് സെറ്റാക്കുക. ഇളക്കി നല്ല കളർഫുൾ ആക്കിയിട്ട് നല്ല കുട്ടനെ അങ്ങോട്ട് സെറ്റാക്കി വെക്കുക. ആവശ്യത്തിന് ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കണം നല്ലതാണ്. കാരണം നമ്മൾ കുക്കറിൽ ഇട്ടല്ലോ, ഓൾറെഡി വേവിച്ചിട്ടൊന്നല്ലല്ലോ ഇട്ടേക്കണം. അപ്പൊ ഇത് വേവണമല്ലോ. അപ്പോൾ അടച്ചു വെക്കാൻ പോവാണ്. നമ്മളെല്ലാം ഇട്ട് ഏതാണ്ട് ഇതൊക്കെ ഉണ്ടാവും. ഈ പരിവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ പോകുന്നത്. കിഴങ്ങ് ഇടണം. അപ്പോൾ കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് കിഴങ്ങ് ഇടുവാണ്. അപ്പൊ കിഴങ്ങും ചിക്കനും ഇതുപോലെ അടച്ചു വെച്ച് വെന്തോളും. നമ്മൾ അതിനധികം കൂടെ ശല്യപ്പെടുത്തണ്ട. നമുക്ക് ഈ വഴി അങ്ങോട്ട് നേരെ TV കാണാൻ വേണ്ടി പോകാം. അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് കോഴിക്കറിയോട് ടാറ്റ പറയുവാണ്, അടച്ചു വെക്കാൻ പോവാണ്. ഫൈനൽ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അമ്മ അടച്ചു വെച്ചിരിക്കുന്നു. ഇനി നമ്മൾ അതിനങ്ങനെ ശല്യം ചെയ്യണം, ശരിയല്ല. അതിന് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ അവരുടെ പ്രൈവസി മാനിക്കണം നമ്മൾ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂഷ്വലി TV കാണാറുണ്ട്. ഇതുപോലെ TV എന്തെങ്കിലും വെച്ചിട്ടിരുന്ന് കാണുക ചിക്കൻ കറി ആകുന്ന സമയം കൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കും. കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ പറയട്ടെ. എന്നാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കുറവുമില്ല കൂടുതലുമില്ല. സത്യമായിട്ട് കുറവുമില്ല കൂടുതലുമില്ല. എല്ലാം കറക്റ്റായിട്ടാണ്. മമ്മി എന്താണ്, എത്ര വർഷമായി മമ്മി കുക്കിംഗ് പരിപാടി തുടങ്ങിയിട്ട്? മമ്മി അതന്നെ. അപ്പൊ 20 വർഷത്തില് മമ്മിയുടെ കുക്കിംഗ് സ്കിൽസ് വെച്ച് നോക്കുമ്പോൾ ഒരു വെജ് ആയിരിക്കുന്ന, അതായത് പ്യുവർ വെജ്, അതായത് എഗ്ഗിറ്റേറിയൻ ആട്ടോ. മമ്മി എഗ്ഗ് കഴിക്കും. അപ്പൊ എഗ്ഗിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന അമ്മ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് പോലും നോക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു കഴിവാണ്. പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല. എനിക്ക് ഇന്നേ വരെ പറ്റത്തില്ല. എനിക്ക് വെറും സവാളയും തക്കാളിയും വെള്ളം ഒഴിച്ചിട്ട് കറി വെക്കണമെങ്കിൽ പോലും 2-3 തവണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പ് കറക്റ്റല്ലേ എന്ന്. അത് എക്സ്പീരിയൻസ് ആണ് കറി വയ്ക്കുന്നത്. ഇതൊന്നും പഠിക്കേണ്ട സാധനങ്ങളല്ലേ, ഇതൊക്കെ പഠിച്ച് തന്നെത്താനെ വരുന്ന സംഭവങ്ങളാണ്. ചിക്കൻ ഏതാണ്ട് ആയ ലക്ഷണമാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. പോയി ഒന്ന് സോപ്പിട്ടിട്ട് വരാം. ഇവിടെ ഇരിക്കട്ടെ. വേസ്റ്റ് പ്ലേറ്റാ, വേസ്റ്റ് വരുന്ന ചിക്കൻ കഴിക്കും. സമാധാനത്തോടെ അപ്പുറത്ത് പോയി കഴിച്ചു നോക്കാം. നമുക്ക് ചിക്കൻ്റെ വേവ് കറക്റ്റായെന്നുള്ളതൊന്ന് നോക്കാനാണ് അമ്മ എനിക്ക് ചിക്കൻ തന്നത്. അമ്മേ, ചിക്കൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ. ആയിട്ടില്ല ചിക്കൻ, ആയിട്ടില്ല ആയി, പക്ഷെ ഇച്ചിരി കൂടി സോഫ്റ്റ് ആവട്ടെ. വെള്ളം വറ്റാനുണ്ടെന്ന് അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതാ. അപ്പോൾ ആ സമയം കൊണ്ട് ആയിക്കോളൂ.
ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അമ്മ ഇവിടെ കേൾക്കാനാ, സോഫ്റ്റ് ആയിട്ടുണ്ട്. കേട്ടോ, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാലോ. കണ്ടില്ല ഏതായാലും ഇങ്ങനെ രാത്രി ചപ്പാത്തി കഴിക്കുമ്പോൾ ബാക്കി കഴിക്കാം. ഇങ്ങനെ ഞങ്ങള് ഫൈനലി കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അമ്മ എനിക്ക് ചിക്കൻ കറിയും മാത്രമല്ല അമ്മയുടെ കോളിഫ്ലവർ കറിയും വിളമ്പി. അപ്പോൾ ആദ്യം ഞാൻ ഏത് ടേസ്റ്റ് ചെയ്യണം മമ്മി? ഓക്കെ, കോളിഫ്ലവർ ടേസ്റ്റ് ചെയ്യാം. കോളിഫ്ലവർ കറി ആസ് യൂഷ്വൽ അടിപൊളി. അമ്മ ഇങ്ങനെ വറുത്തരച്ച് കോളിഫ്ലവർ കറി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ മാത്രമല്ല ചോറിൻ്റെയും കൂടെ ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ടേസ്റ്റ് ചെയ്താണ്, നിങ്ങൾ കണ്ടതാണല്ലോ. വന്നില്ല ചേച്ചി. ചിക്കൻ എടുത്തു. ചിക്കൻ ചാറ് കുറച്ച് വറ്റിപ്പോയി, അല്ല എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാം. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കറക്റ്റായിട്ടമ്മ അടിപൊളിയുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് പറഞ്ഞു തന്നു, ഞങ്ങൾ ഷെയർ ചെയ്തു. ഞങ്ങളുടെ ഹൗസ് റെസിപ്പി ഞങ്ങൾ ഷെയർ ചെയ്ത് തരുക ചെയ്തത്. അമ്മ ഇങ്ങനെയൊന്നും റെസിപ്പി ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അമ്മ ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആയതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്ത് തന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞത് കൊണ്ട്. അപ്പോൾ hope you like this video. Please remember to subscribe my channel, like, share, comment. Good night.